ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ടോഫി ഉണ്ടാക്കാറ് മിൽക്ക് മെയ്ഡ് ടിന്ന് ഫുള്ളായിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ടോഫി ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ടിന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ടോഫി ഉണ്ടാക്കുന്നത് എന്ന രീതിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്ക് എന്തായാലും കുക്കറിനകത്ത് വെള്ളം ചേർത്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറൊരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആഡാക്കി കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ആഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വേറൊരു ബേക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പൊട്ടിച്ച മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് എങ്ങനെ ടോഫി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു ടോഫി കളറിലാകുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ടോഫി കളറിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടിക്ക് പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് ബട്ടറൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സെയിം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്താലും. അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ടിന്ന് കുക്കറിലോട്ടിട്ട് ചൂടാക്കി എടുത്താലും സെയിം ടേസ്റ്റാണ്. ഇങ്ങനെ ആയാലും നമ്മളിത് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ടോഫി ടെക്സ്ചറിൽ ആ ഒരു കളറിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ടോഫി കളറിലും ആ ഒരു ടെക്സ്ചറിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചേർക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചേർക്കാം. ഒരിച്ചിരി പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 2-3 പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പാകത്തിനുള്ള ടോഫി ടെക്സ്ചറിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.